ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ദാ വെറും 2.5 സെൻറ്റ് സ്ഥലത്ത് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള സാധാരണക്കാരൻ്റെ ഒരു സ്വപ്ന വീടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കണ്ടോ കേട്ടോ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ വരുന്നത്. നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ കാർ പോർച്ചാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇത്രയും കുറഞ്ഞ സ്ഥലത്തായാലും കാർ പോർച്ചും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ദാ നേരെ നമ്മൾ കയറി വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിലായാലും വാളിലും മൊത്തത്തിൽ ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ കാർ പോർച്ചിലായാലും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് മനോഹരാക്കിയിട്ടുണ്ട്. ഇനി നേരെ കയറി വരുന്ന സ്ഥലത്ത് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായാലും വാളിലും മൊത്തത്തിൽ ടൈല് ഒട്ടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടും ഇതേപോലെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ദാ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബെഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറ് മൊത്തത്തിൽ മാർബോണൈറ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറിലായിട്ട് വരുന്ന മാർബോണൈറ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഫ്രെയിമും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോസൊക്കെ റെഡിമെയ്ഡ് ഡോസാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് വരുന്നത്. ഇനി ഇതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ടാണ് കേട്ടോ. ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയയും ബാത്റൂമും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഏരിയയിലായിട്ടാണ് കേട്ടോ. ഇവിടെ താഴത്തെ നിലയിലായിട്ട് ഒരു ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. മുകളിലായിട്ട് 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ബേസ് ഒരു വൈറ്റ് കളറിലായിട്ട് അങ്ങനെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്തായിട്ടും ചെറിയ രീതിയിൽ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം കേട്ടോ. ഇവിടെയും ബ്ലാക്ക് കളറിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറുകളാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ദാ സിമ്പിളായിട്ടുള്ളൊരു അൽമറയും പിന്നെ ഒരു കട്ടിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കാണ് കേട്ടോ. സ്റ്റെയർ കേസിൽ മൊത്തത്തിൽ ഗ്രാനൈറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഹാൻഡ് റെയിൽ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കയറി പോകുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ രീതിയിലുള്ള ഫ്രെയിംസും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ നിലയിലായിട്ട് 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയ രീതിയിലുള്ള സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഈ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ നിലയിലായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാഷ് ബേസിൻ്റെ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ക്രീം കളറിൽ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഡോറൊക്കെ റെഡിമെയ്ഡ് ഡോസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്ന ഇവിടുത്തെ മെയിൻ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ ദാ വുഡിൻ്റെ ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വുഡിൻ്റെ ഒരു തീമിൽ വരുന്ന അൽമറയും കൂടെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ റൂമിനെ മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇത് മുകൾ ഭാഗത്തുള്ള മറ്റൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു റൂമാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. വിറകടുപ്പോട് കൂടിയിട്ടുള്ള വർക്ക് ഏരിയയും കിച്ചണും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ കിച്ചണാണ് കേട്ടോ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഇതാ ഗ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു കിച്ചണാണെങ്കിലും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കുഞ്ഞു കിച്ചണാണ് കേട്ടോ. ചെറിയ സ്ഥലത്തായാലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടി റെഡിയാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ അത്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ചെറിയ വലിയ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.